ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന മാഗി കൊണ്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ ഇതിനാദ്യമായി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ മാഗി ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഒരു പാക്കറ്റ് മതി. അത് വേവിച്ച് അതിൽ കുറച്ച് ഓയിലും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഓയിൽ ചേർക്കുന്നതിന് ഒട്ടലുണ്ടാവാതിരിക്കുക, അത് ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാള അരിഞ്ഞത്, കുറച്ച് ബീൻസ്, പിന്നീട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില, പിന്നീട് കിഴങ്ങ്. ഇത് ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്ന 2 കിഴങ്ങാണ്. ചെറുതായതുകൊണ്ട് 2 എടുത്ത്, വലുതാണെങ്കിൽ 1 മതി. പിന്നീട് ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതും 2 മുട്ടയും. ഇനി നമുക്ക് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടണം. സവാള ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം. അത് നല്ല മൂപ്പിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർക്കാം. അതൊന്ന് സവാളയൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഈ മൂപ്പിക്കണ്ട, ഒന്ന് ജസ്റ്റ് കളർ മാറുന്നതാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇത് 2 കൂടെ ഇട്ട് നല്ലപോലെ അതിൻ്റെ ആ മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും, പിന്നീട് ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കണം. ഏകദേശം ഇതെല്ലാം ഇപ്പോൾ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാഗിയുടെ മസാല ചേർക്കാം. അത് ഒന്ന് നല്ലപോലെ യോജിച്ചതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അത് പിന്നീട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. നമ്മളുടെ എരിക്കനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് അല്പം ഗരം മസാലയോടെ ചേർക്കാം. ഇനി എല്ലാവരുടെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ്, നല്ല ഉടച്ചു വെച്ചിരിക്കുന്ന ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാഗി ചേർക്കാം. അങ്ങനെ നമ്മളുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിന് ശേഷം കട്ട്ലറ്റിൻ്റെ മിക്സ് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നല്ലപോലെ പിടിക്കണം. നല്ലപോലെ ഉരുളകൾ നല്ല പ്രസ് ചെയ്ത് ഉരുളകളായി എടുത്തിട്ട് അത് ചുറ്റിനും നല്ലപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ ചെയ്യണം. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നീട് ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലോ
നല്ലപോലെ പ്രസ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിരുന്ന റസ്കിൻ്റെ പൊടിയാണ്. നല്ലപോലെ പ്രസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പം ഈ പൊടികളെല്ലാം അതിനകത്ത് എണ്ണയ്ക്കകത്ത് ഫുള്ളും ആവും. അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലപോലെ പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരുപാട് ആവശ്യമൊന്നുമില്ല. ഒരു കട്ട്ലറ്റ് മുങ്ങിക്കിടക്കേണ്ട ലെവലിൽ എണ്ണ മതി. ഒരുപാട് നേരം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കട്ട്ലറ്റിൻ്റെ മിക്സ് എല്ലാം വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇട്ടാൽ മതി. അതിനുശേഷം എടുക്കാം. ഇപ്പോൾ മാഗി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി സോസ് ഉപയോഗിച്ച് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.